ബിസിനസ്സിൽ കൂടുതൽ കണ്ടുവരുന്ന വൺ വേർഡ് ക്വസ്റ്റ്യൻ നോക്കിയാലോ, ഇതിൽ ഓഡ് വൺ ഔട്ട് ഏതെന്നാണ് കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഡിബെഞ്ചർ ഉണ്ട്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, പബ്ലിക് ഡെപ്പോസിറ്റ് ഉണ്ട്, ലോൺ ഫ്രം ബാങ്ക് ഉണ്ട്. ഇതിൽ ഏതാണ് നമുക്ക് ഓഡായിട്ട് വരുന്നത്? ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലാണ്. എന്തുകൊണ്ടാണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ വരുന്നത്? ബാക്കി നമ്മുടെ ഡിബെഞ്ചർ ആയാലും അതുപോലെ പബ്ലിക് ഡെപ്പോസിറ്റ് ആയാലും ലോൺ ഫ്രം ബാങ്ക് ആയാലും എന്താ ബോറോഡ് ഫണ്ടാണ്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ മാത്രമാണ് എന്ത് വരുന്നത്? നമ്മുടെ ഓണേഴ്സ് ക്യാപിറ്റൽ ആയിട്ട് വരുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് നാച്ചുറൽ കോസ്. അതായത് ബിസിനസ് റിസ്കിൽ നാച്ചുറൽ കോസ് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതിൽ നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ തന്നെ അറിയാം ഇതിൽ ഏതാണ് നാച്ചുറൽ കോസ് വരുന്നത്. എർത്ത് ക്വിക്കാണ് വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ, നമുക്ക് ഇതിൽ സ്മോളസ്റ്റ് യൂണിറ്റ് ഏതെന്നാണ് ചോദിക്കുന്നത്. ക്യാപിറ്റൽ, ഒരു കമ്പനിയിലെ ക്യാപിറ്റലിൽ സ്മോളസ്റ്റ് യൂണിറ്റ് ഏതെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് വരുന്നത് ഡിവിഡൻഡ് ഉണ്ട്, പ്രോഫിറ്റ് ഉണ്ട്, ഡിബെഞ്ചർ ഉണ്ട്, ഷെയർസ് ഉണ്ട്. ഇതിൽ ഏതാ നമ്മുടെ സ്മോളസ്റ്റ് യൂണിറ്റ്? ഇതിൽ നമ്മുടെ സ്മോളസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഷെയർ ആണ് കേട്ടോ. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ.